നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗ് MCS 228ത്തെ മെഷീൻ ലേണിംഗ് പൈത്തൻ്റെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്? മെഷീൻ ലേണിംഗ് എന്ന് വെച്ചാൽ അൽഗോരിതം ഉപയോഗിച്ച് ഡാറ്റയിൽ നിന്ന് പാറ്റേൺസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വെച്ച് പ്രഡിക്ഷൻ നടത്തുക. അതാണ് നമ്മൾ മെഷീൻ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ പേരാണ് മോഡൽ. ഈ മോഡൽ എന്ന് പറഞ്ഞ സാധനമാണ് ഡാറ്റയിലെ പാറ്റേൺ ഒക്കെ പഠിച്ചിട്ട് പ്രഡിക്ഷൻ നടത്തുക. ഇനി ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. 3 ടൈപ്പ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉണ്ട്. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഫീച്ചേഴ്സും ലേബൽസും കൊടുക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആള് ലോൺ എടുത്തിട്ട് ആള് തിരിച്ചടയ്ക്കാൻ സാധ്യതയുണ്ടോ എന്ന് ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ട മോഡൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ സെറ്റ് കൊടുക്കും, ഒരുപാട് ആളുകളുടെ, അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ജോലികൾ ഉണ്ടായിരുന്നോ, അവരുടെ റീപേയ്മെന്റ് ഹിസ്റ്ററി എങ്ങനെയാണ്, അവർക്ക് ഇപ്പം എത്ര കടമുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് അവരൊക്കെ കടം തിരിച്ചടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉള്ളതിൻ്റെ ഒരു ഡാറ്റ സെറ്റ്. ആ ഡാറ്റ സെറ്റ് വെച്ച് നമ്മളുടെ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇത് വെച്ച് മോഡല് പുതിയൊരു ഡാറ്റ കിട്ടുമ്പോൾ, പുതിയൊരാളിൻ്റെ ഡാറ്റ വരുമ്പോൾ ആള് തിരിച്ചടക്കുകയോ അതോ ഡിഫോൾട്ട് ആവുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യും. അതാണ് സൂപ്പർവൈസ്ഡ്. അൺസൂപ്പർവൈസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ലേബൽ ചെയ്യാണ്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് പാരറ്റ് തത്തേൻ്റെയും ഡോഗിൻ്റെയും ഇമേജുകൾ കൊടുത്തു. എന്നിട്ട് നമ്മളുടെ മോഡലിൻ്റെ അടുത്ത് പറയുന്നു സിമിലർ ആയിട്ടുള്ള ഡാറ്റയൊക്കെ ഗ്രൂപ്പ് ആക്കാൻ പറയും. അപ്പോൾ പച്ച നിറത്തില് കൊക്കൊക്കെ ആയിട്ടുള്ള പക്ഷികളെ എല്ലാം കൂടി അവർ ഒരു ക്ലസ്റ്റർ ആക്കും. നീണ്ട മൂക്കും 4 കാലൊക്കെയുള്ള പട്ടീനെയൊക്കെ കൂടി വേറൊരു ക്ലസ്റ്റർ ആക്കും. നമ്മൾ എന്താണ് പട്ടി എന്താണ് തത്താന്നൊന്നും പറഞ്ഞു കൊടുക്കണില്ല, അവർ സിമിലാരിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരേ ക്ലസ്റ്റർ ആക്കും. ഇതിനെയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുക. പിന്നെ മൂന്നാമതുള്ളതാണ് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ്. റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ AI മോഡലിന് തരുന്ന ഔട്ട്പുട്ടിന്റെ അടിസ്ഥാനത്തിൽ റിവാർഡ് അല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇമേജ്. ഒരു ബേർഡിന്റെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് ജനറേറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു ബേർഡിനെ പോലെ അല്ലെങ്കിൽ നമ്മൾ പറയും ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് നമ്മൾ ഒരു പെനാൽറ്റി കൊടുക്കും. കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ്, ഇത് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അത് ഒരുപാട് ഫീഡ്ബാക്കും റിവാർഡും അനുസരിച്ച് അത് ഒരു ബേർഡിന്റെ ഇമേജ് വരയ്ക്കാൻ പഠിക്കും. ഇതാണ് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇനി പൈത്തൺ നമ്മൾ ഉപയോഗിക്കുന്ന ലൈബ്രറീസ്, മെഷീൻ ലേണിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈബ്രറീസ് കോമൺ ആയിട്ടുള്ള 3 പാണ്ടാസ്, സൈക്കിറ്റ്, മാറ്റ്പ്ലോട്ലിബ്. ഈ പാണ്ടാസ് ലൈബ്രറി ഉപയോഗിക്കുന്നത് ഡാറ്റ ക്ലീൻ ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് മാറ്റങ്ങളൊക്കെ വരുത്തുക, പിന്നെ അനാലിസിസ് നടത്തുക. അടുത്ത ലൈബ്രറിയാണ് സൈക്കിറ്റ്. സൈക്കിറ്റ് എന്ന് പറഞ്ഞ ലൈബ്രറി ഉപയോഗിച്ചാണ് നമ്മൾ മെഷീൻ ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുക. മൂന്നാമത്തെ ലൈബ്രറി മാറ്റ്പ്ലോട്ലിബ്. അത് വെച്ച് നമ്മൾ ഡാറ്റ വിഷ്വലൈസ് ചെയ്യും, അതായത് പ്ലോട്ടുകൾ ചാർട്ടുകളൊക്കെ ഉണ്ടാക്കി വിഷ്വലൈസ് ചെയ്യും. വേറെയും കുറെ ലൈബ്രറികളുണ്ട്, അതൊന്നും നമ്മൾ ഈ പറയുന്നില്ല, നമുക്ക് ഈ എക്സാമിന് ആവശ്യമില്ലാത്തതുകൊണ്ട് വിടുന്നു. ഇതിലും മാറ്റ്പ്ലോട്ലിബ് നമ്മൾ ഉപയോഗിക്കാൻ പോകണില്ല, ഞാൻ പറഞ്ഞത് മാത്രം. അടുത്തത് നമ്മുടെ കോഡിങ് എൻവിറോൺമെന്റ് ആണ്. നമ്മൾ കോഡ് എഴുതാവുന്ന ഇത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ്. ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന സോഫ്റ്റ്വെയറിന്റെ വേറെ വേരിയേഷൻസ് ആണ് ഗൂഗിൾ കൊലാബ്, സേജ് മേക്കർ നോട്ട്ബുക്ക്, അങ്ങനെ ഓൺലൈൻ ക്ലൗഡ് സർവീസുകളിലൊക്കെ ഇതിന്റെ ഓരോ വേരിയേഷൻസ് ആണ് വരുന്നത്. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഫയലുകൾ അവസാനിക്കുന്ന ഫയൽ എക്സ്റ്റൻഷൻ .ipynb എന്ന് പറഞ്ഞൊരു ഫയൽ എക്സ്റ്റൻഷനിലാണ് അത് അവസാനിക്കുക. നമ്മൾ ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഉണ്ടാക്കുമ്പോൾ IPYNB ചെക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ തനിയെ ക്രിയേറ്റ് ആവും. ഈ ഫോൾഡറിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഡ് ചെയ്യുന്നത് അത് ഓട്ടോ സേവ് ചെയ്യുന്നത് ഈ ഫോൾഡറിലേക്കായിരിക്കും. നമ്മളിപ്പോൾ കോഡ് ചെയ്തിടയ്ക്ക് അറിയാണ്ട് ബ്രൗസർ ക്ലോസ് ചെയ്താലും
2 മിനിറ്റ് മുമ്പ് ഇത് ഉള്ള സ്റ്റേറ്റ് നമുക്ക് തിരിച്ചു കിട്ടും. ഇത് 2 മിനിറ്റ് കൂടുമ്പോൾ ഓട്ടോ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക്. ഇനി നമുക്ക് ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് കൂടാതെ ഒരുപാട് ഡാറ്റ സയൻസിന്റെ ലൈബ്രറികളും സോഫ്റ്റ്വെയർ ഒക്കെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അനക്കോണ്ട. നമ്മൾ അനക്കോണ്ടയാണ് ഈ മെഷീൻ ലേണിംഗ് AI പ്രൊജക്റ്റുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇത് ഫ്രീ ആണ്. പേഴ്സണൽ ആയിട്ടുള്ള ഉപയോഗത്തിന് ഇത് ഫ്രീ ആണ്. കൊമേഴ്ഷ്യൽ യൂസിന് പൈസ കൊടുക്കണം. ഈ അനക്കോണ്ടയിൽ ഒരുപാട് ലൈബ്രറി സാധനങ്ങളും ഉണ്ട്. അത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ചെറിയ വെർഷനായ മിനി കോണ്ടയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മിനി കോണ്ട എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ അനക്കോണ്ട ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അതിലടിയിൽ പോയ ഡൗൺലോഡ് മിനി കോണ്ട എന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാകും. അതിൽ വിൻഡോസ്, മാക്, ലിനക്സ് നിങ്ങളുടെ OS ഏതാണോ അതനുസരിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് മിനി കോണ്ട ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആക്കുക. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത അനക്കോണ്ട നാവിഗേറ്റർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കിട്ടും. അത് ഓപ്പൺ ചെയ്യുക. വരെ ഇത്തിരി സമയമെടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കിട്ടും. ഇത് നിങ്ങളുടെ എൻവിറോൺമെൻ്റ് ആണ്. നിങ്ങൾക്ക് ഡിഫോൾട്ട് വരുന്ന ബേസ് എൻവിറോൺമെൻറ്റ് തന്നെ ഉപയോഗിക്കാം. എൻവിറോൺമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില പ്രൊജക്റ്റിന് പൈത്തൺ 3.2 ആവും ഉപയോഗിക്കുക, ചിലതിന് 3.3 ആവും. അങ്ങനെ പല വെർഷനുള്ള ലൈബ്രറീസാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ലൈബ്രറീസിൻ്റെ വെർഷനും പൈത്തണിൻ്റെ വെർഷനൊക്കെ കൂടി നമുക്ക് ഓരോ എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കാം. ഞാൻ എൻ്റെ മൈ എൻവിറോൺമെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. അതിൽ പോയിട്ട് ലോഞ്ച് കൊടുക്കണം. അപ്പോൾ അത് യൂസർ ഫോൾഡറിൽ ഓപ്പൺ ആകും. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോവാം. ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് നിങ്ങളുടെ ഫോൾഡറുകൾ ഇവിടെ കാണും. അതിൽ ഈ സ്ക്രീനെല്ലാം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ യൂസറിനെ സെലക്ട് ചെയ്യാനുള്ള ഇതിലായിരിക്കും. യൂസർ നെയിം ക്ലിക്ക് ചെയ്യേണ്ടി വരും. മിക്കവാറും ആവശ്യം വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പിലേക്ക് പോവാണ്. ഡെസ്ക്ടോപ്പിൽ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാൻ പോവാണ്. ഫോൾഡർ ഉണ്ടാക്കാൻ ന്യൂമ ക്ലിക്ക് ചെയ്യുക, ഫോൾഡർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പേര് കൊടുക്കുക, ഓപ്പൺ ചെയ്യുക. ഇനി അവിടെ നമുക്കൊരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഫയൽ ഉണ്ടാക്കാം. ഒരു പൈത്തൺ 3 ന്യൂവിൻ്റെ അകത്ത് പൈത്തൺ 3 കൊടുത്താൽ അത് കിട്ടും. ഇവിടെ നമുക്ക് പേര് മാറ്റാം ഫയലിൻ്റെ. ഇപ്പൊ നമുക്കൊരു ഡിഫോൾട്ട് ആയിട്ടൊരു സെൽ ഉണ്ടാവും. ഇവിടെ നമുക്ക് പൈത്തന്റെ കോഡ് എഴുതാൻ പറ്റും. ഇനി കൺട്രോൾ എൻ്റർ അടിച്ചാൽ ഈ സെൽ റൺ ആവും. അതല്ലെങ്കിൽ ഷിഫ്റ്റ് എൻ്റർ അടിക്കാം. ഷിഫ്റ്റ് എൻ്റർ അടിച്ചാൽ ഈ സെൽ റൺ ചെയ്തിട്ട് അടുത്ത സെൽ ക്രിയേറ്റ് ആയി കിട്ടും. ഓക്കെ, പിന്നെ ഷിഫ്റ്റ് എൻ്റർ അമർത്താണ്. അപ്പോൾ അത് പ്രിന്റ് ആയി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ബട്ടൺ കൊണ്ട് ഇത് കൊടുത്താലും റൺ ആകും. പിന്നെ റണ്ണായി കഴിയുമ്പോൾ ഇവിടെ ഒരു നമ്പർ വരും. ഇവിടെ നമ്പർ കാണിക്കുന്നില്ലെങ്കിൽ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ സെല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ പറ്റും.
അതിന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് മോഡലിലേക്ക് താഴത്തേക്ക് നീക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ആഡ് സെൽ ബിലോ, ആഡ് സെൽ എബവ്, മോഡലിലേക്ക് മൂവ് ചെയ്യാനുള്ളത്, സെൽ ഡിലീറ്റ് ചെയ്യാനുള്ളൊക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് വേറെ ഉണ്ട്. സെല്ലിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ബി കൊടുത്താൽ അടിയിൽ ഒരു സെല്ല് കിട്ടും, എ കൊടുത്താൽ അതിന് മുകളിൽ ഒരു സെല്ല് കിട്ടും. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ സെല്ല് റൺ ചെയ്യുമ്പോൾ അത് സ്റ്റക്കായി നിൽക്കാം, ഔട്ട്പുട്ട് ഒന്നും കിട്ടാണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലൂപ്പിലൊക്കെ നിൽക്കാം. അങ്ങനെ ഈ പൈത്തൺ റെസ്പോണ്ട് ചെയ്യാണ്ടായാൽ നിങ്ങൾക്ക് കെർണൽ റീസ്റ്റാർട്ട് കെർണൽ കൊടുക്കാം. അപ്പോൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ആവും. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ വേരിയബിളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ഒരു 10-30 സെല്ല് കോഡ് എഴുതിയതിന് ശേഷം നമ്മുടെ ടെർമിനലിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മൾ റീസ്റ്റാർട്ട് കൊടുത്താൽ നമ്മുടെ എല്ലാം വേരിയബിളും പോകും. അപ്പോൾ അങ്ങനെ പോയാൽ നമുക്ക് എല്ലാം സെല്ലും റൺ ചെയ്യാൻ റൺ ഓൾ സെല്ല് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ റൺ ഓൾ സെൽ എബവ് എന്ന് വെച്ചാൽ ഈ സെല്ലുമ്പോൾ ക്ലിക്ക് ചെയ്താൽ എന്നിട്ട് ഇത് റൺ കൊടുത്ത റൺ ഓർ സെലക്ടഡ് എബവ് കൊടുത്ത മുകളിലത്തെ എല്ലാം സെല്ലും റൺ ആകും, അടിയിലത്തെ ഒരു സ്കിപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് തീം മാറ്റാൻ പറ്റും. ഇവിടെ സെറ്റിങ്സിൽ തീം പോയാൽ ലൈറ്റ് ഡാർക്ക് ഒക്കെ തീമുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രാത്രി വർക്ക് ചെയ്യുന്നവർക്ക് ഡാർക്ക് തീമൊക്കെ ഉപയോഗിക്കാം. ഇനി നമ്മുടെ പൈത്തണില് നമുക്ക് വേണ്ട ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ സാധാരണ പൈത്തണില് ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്തത് കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ടാണ്. നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ പോവാണ്ട് ഇവിടെ തന്നെ കമാൻഡ് പ്രോംപ്റ്റിലത്തെ കമാൻഡുകൾ റൺ ചെയ്യാൻ പറ്റും. അതിന് എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക, എന്നിട്ട് നമ്മളെ കമാൻഡ് പ്രോംപ്റ്റിൽ കൊടുക്കുന്ന കമാൻഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൈത്തന്റെ പാണ്ടാസ് സൈക്കിറ്റ് ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ പാണ്ടാസ് ഞാൻ കൺട്രോൾ എൻ്റർ കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ഒരു മുമ്പേ ഇൻസ്റ്റാൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്തത് ഇൻസ്റ്റാൾ ആയി കിട്ടും. അടുത്തത് പിപ്പ് ഇൻസ്റ്റാൾ സൈക്കിറ്റ്. ഇതും എൻ്റെ ഒരു മുമ്പേ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്തത് ഇൻസ്റ്റാൾ ആയി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ പ്രീ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. അതായത് നമ്മളുടെ ഡാറ്റ ഫോർമാറ്റ് ഒക്കെ മാറ്റി ഡാറ്റയിൽ കുറെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അതായത് ഈ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവാം, തെറ്റായിട്ടുള്ള വാല്യൂസ് ഉണ്ടാവാം. അതൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് പാണ്ടാസ് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ആദ്യം പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് പി ഡി. അതിന്റെ നമ്മൾ ഷോർട്ട് ഫോം കൊടുക്കാണ്. പി ഡി എന്ന് പാണ്ടാസിന്റെ ഷോർട്ട് ഫോം കൊടുത്തതാണ്. ഇനി പാണ്ടാസ് രണ്ട് ടൈപ്പ് ഡാറ്റകൾ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കും. ഒന്ന് സീരീസ് ആണ്. സീരീസ് എന്ന് വെച്ചാൽ 1 ഡയമെൻഷണൽ ഡാറ്റയാണ്. 1 ഡയമെൻഷണൽ ഡാറ്റ ഒരു അറേ പോലെ ഇരിക്കും. പിന്നെ രണ്ടാമത്തെ ഡാറ്റ സ്ട്രക്ചർ ഡാറ്റ ഫ്രെയിം ആണ്. അത് 2 ഡയമെൻഷണൽ ഡാറ്റ. അപ്പോൾ നമ്മളുടെ ടേബിൾസ് ഒക്കെ വരുന്നത് ഈ 2D സ്ട്രക്ചറായിരിക്കും. അപ്പോൾ നമ്മൾ ഡാറ്റ ഫ്രെയിം ആവും കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ലീനിയർ റിഗ്രഷൻ ആണ്. അതിന് ആദ്യം ഒരു ഡാറ്റ സെറ്റ് വേണം. ഇപ്പോൾ ഓൺലൈനിൽ നിന്നൊരു ലീനിയർ റിഗ്രഷന് വേണ്ട ഒരു ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് നമ്മളുടെ അതേ സെയിം ഫോൾഡർ, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഉണ്ടാക്കിയ സെയിം ഫോൾഡറിൽ കൊണ്ടുപോയി ഇടാൻ പോവാണ്.
ഓക്കെ, ഇതൊരു സാലറിന്റെ ഡാറ്റ സെറ്റ് ആണ്. അത് ഞാൻ സെയിം ഫോൾഡറിൽ കൊണ്ടുപോയി ഇട്ടു. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സാലറി ഡാറ്റ സെറ്റ്. ഇനി നമ്മൾ ഈ CSV ഫയല് നമുക്ക് റീഡ് ചെയ്യണം ആദ്യം. ഇപ്പൊ നമ്മൾ ഒരു ഡാറ്റ ഫ്രെയിമിലേക്കാണ് റീഡ് ചെയ്യുന്ന ഡാറ്റ, അതുകൊണ്ട് തന്നെ നമ്മൾ DF എന്നാണ് ആ വേരിയബിളിന് പേര് കൊടുക്കാൻ പോകുന്നത്. DF = pd.readCSV. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ CSV ഫയലുകൾ റീഡ് ചെയ്യുക. ഇനി നമ്മൾ ആ കോഴ്സിന്റെ അകത്ത് നമ്മുടെ ഡാറ്റ സെറ്റിന്റെ പേര് കൊടുക്കുക, സാലറി dataset.csv. ഇനി നമ്മൾ എക്സൽ ഫയലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ pd.read excel എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡാറ്റ റീഡ് ആയോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ 5 റോ പ്രിന്റ് ചെയ്ത് നോക്കാം. അതിന് df.head എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അത് റൺ ചെയ്ത ആദ്യത്തെ 5 റോ പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഡാറ്റ സെറ്റ് കറക്റ്റായി ലോഡ് ആയിട്ടുണ്ട്. ഇനി df.tail എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ ലാസ്റ്റ് 5 റോസ് പ്രിന്റ് ചെയ്യും. ഈ ഹെഡിന്റെയും ടൈലിന്റെ അകത്ത് നിങ്ങൾക്ക് 5ന് പകരം വേറെ നമ്പർ റോസ് ആണ് വേണമെങ്കിൽ അത് കൊടുത്താൽ അതാവും പ്രിന്റ് ആവുക. അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം ഞാൻ ഹെഡ് കൊടുത്തിട്ട് പോവാണ്. ഓക്കെ, ഇനി ഇതിലത്തെ നമുക്ക് കോളം സെലക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. ഏജ് കോളം സെലക്ട് ചെയ്യണമെങ്കിൽ DF കോച്ചില് ഏജ് കൊടുക്കുക. അപ്പോൾ അത് കിട്ടും. 25, 30 ഇതൊക്കെയാണ് ഏജുകൾ. ഇതിപ്പോ ഒറ്റ സ്ക്വയർ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ഇത് സീരീസ് ആയിട്ടാണ് നമുക്ക് കിട്ടണേ. നമുക്ക് 2 കോളൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ ഡാറ്റ ഫ്രെയിം വേണം. അപ്പോൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് അടുത്തത് എക്സ്പീരിയൻസ് അങ്ങനെ കൊടുത്താൽ 2 എണ്ണം കിട്ടും. അങ്ങനെയാണ് സീരീസ് ആയിട്ടും ഡാറ്റ ഫ്രെയിം ആയിട്ടും ഓരോ കോളംസ് ഒക്കെ സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ ഡാറ്റ സെറ്റിന്റെ ലെങ്ത് കിട്ടണമെങ്കിൽ gen എന്ന ഫംഗ്ഷൻ്റെ അകത്ത് DF വിളിച്ചാൽ നമുക്ക് 20 റോയാണ് ഇതിൻ്റെ മൊത്തം ലെങ്ത് എന്ന് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടാൻ 2 ഫംഗ്ഷൻസ് ഉണ്ട് പാണ്ടാസിൽ. ഒന്ന് ഡിസ്ക്രൈബ്, എത്ര ഡാറ്റ എത്ര കൗണ്ട് ഉണ്ട്, എത്ര മീൻ എത്രയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടി. അതുപോലെ തന്നെ df.info എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. അത് വിളിച്ചാൽ ഡാറ്റ ടൈപ്പ് ഏതാണ് അങ്ങനെ കുറച്ച് വിവരങ്ങൾ കിട്ടും. ഇനി നമ്മളുടെ ഡാറ്റ സെറ്റ് എന്തെങ്കിലും മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് df.isna.sum എന്ന് കൊടുത്താൽ ഓരോ കോളത്തിൽ എത്ര മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് മിസ്സിംഗ് വാല്യൂസ് ഒന്നും ഇല്ല. മിസ്സിംഗ് വാല്യൂസ് കുറച്ച് റോസി ഉണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ DF = df.dropNa എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ മിസ്സിംഗ് വാല്യൂസ് അത് ഡ്രോപ്പ് ചെയ്യും. ഇനി നമുക്ക് മീൻ മീഡിയൻ മോഡൊക്കെ കിട്ടാൻ ഉള്ള ഫങ്ഷൻസ് ഉണ്ട്. df.mean എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് മീൻ കിട്ടും. അതുപോലെ മീഡിയൻ മോഡൊക്കെ ഇതുപോലെ തന്നെ വിളിച്ചാൽ അതും കിട്ടും. ഇനി നമുക്ക് ഈ ആവറേജ് ഏജ് കിട്ടി 39.65. ഇത് വെച്ചിട്ട് മിസ്സിംഗ് ഏജസിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ DF ഏജ് സെലക്ട് ചെയ്തു. മറ്റേ ഒന്നിലധികം കോളം സെലക്ട് ചെയ്യണമെങ്കിൽ ഡാറ്റ ഫ്രെയിം 2 സ്ക്വയർ ബ്രാക്കറ്റുള്ള ഡാറ്റ ഫ്രെയിം ഉപയോഗിക്കുക. ഇപ്പോൾ ഏജ് മാത്രമുള്ളൂ. ഇതിനെ സെലക്ട് ചെയ്തു DF age.fillna. ഈ ഫിൽനെയാണ് മിസ്സിംഗ് വാല്യൂസ് ഉള്ള സ്ഥലത്ത് ഫില്ല് ചെയ്യാനുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ 39.65 കൊടുത്താൽ മിസ്സിംഗ് വാല്യൂ ഉള്ള ഏജുകളിലൊക്കെ 39.65 വന്ന് റീപ്ലേസ് ആവും. ഓക്കെ, നമുക്കിനി മെഷീൻ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. മെഷീൻ ലേണിംഗിലത്തെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഫീച്ചർ സെലക്ഷൻ. ഫീച്ചർ സെലക്ഷൻ എന്ന് വെച്ചാൽ
ഏതൊക്കെ കോളം ഫീച്ചറാണെന്ന് ഡിഫൈൻ ചെയ്യുക, ഏതാണ് ടാർഗറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇതിൽ വരുമ്പോൾ ഇതിൽ ഏജും എക്സ്പീരിയൻസ് ആണ് ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇൻകം പ്രിഡിക്റ്റ് ചെയ്യാൻ പോണത്. ഈ ഇൻകം ആണ് ടാർഗറ്റ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് ക്യാപിറ്റലാണ് നമ്മൾ ഉപയോഗിക്കുക, അതൊരു നെയിമിംഗ് കൺവെൻഷൻ ആണ്. എക്സ് ഈക്വൽ ടു ഇതിൽ നമുക്ക് ഓരോ കോളത്തിനെ സെലക്ട് ചെയ്യണതിന് പകരം ഇതിപ്പോൾ 2 കോളാണല്ലോ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാം. ചില ഡാറ്റാ സെറ്റ് ഒരുപാട് കോളം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാ കോളത്തിൻ്റെയും പേര് പറയണതിന് പകരം ഫുൾ ഡാറ്റാ സെറ്റിനെ എടുത്തിട്ട് അതിലത്തെ ഇൻകമ്മിനെ ഡ്രോപ്പ് ചെയ്യുക. ടാർഗറ്റിനെ ഡ്രോപ്പ് ചെയ്താൽ ബാക്കിയെല്ലാം ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ df.drop ഇൻകം, അപ്പോൾ ആ കോളത്തിനെ കളയുക. ഇത് കോളമാണെന്ന് കാണിക്കാനായിട്ട് ആക്സിസ് ഈക്വൽ ടു 1 എന്നും കൂടി കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് കിട്ടും. ആക്സിൻ്റെ ആദ്യത്തെ 5 റോ പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഏജും എക്സ്പീരിയൻസും മാത്രമായിട്ട് കിട്ടി. ഇൻകം നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഇനി നമ്മൾ വൈ ഡിഫൈൻ ചെയ്യണം. വൈ ആണ് നമ്മൾ ടാർഗറ്റ്. df ഇൻകം. അപ്പോൾ നമ്മൾ വൈനെയും ഡിഫൈൻ ചെയ്തു. വൈൻ്റെ ആദ്യത്തെ 5 റോ പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ എക്സും വൈയും നമ്മൾ സെലക്ട് ചെയ്തു. നമ്മളുടെ ഫീച്ചറും ടാർഗറ്റും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഉണ്ടാക്കലാണ്. അതായത് നമ്മളുടെ ഡാറ്റാ സെറ്റിനെ നമ്മൾ കുറച്ച് ഡാറ്റാ സെറ്റ് ട്രെയിനിങ്ങിനും കുറച്ചെണ്ണം ടെസ്റ്റിങ്ങിനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ 80-20-70-30 ആണ് കോമൺ ആയിട്ടുള്ള സ്പ്ലിറ്റുകൾ. എന്ന് വെച്ചാൽ 80% ഡാറ്റ മോഡലിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കും, 20% ഡാറ്റ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. നമുക്ക് ഒരു കൂട്ടം ഡാറ്റ പോയിന്റ്സ് വേണം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. എന്നാലാണ് പല ടൈപ്പ് ഡാറ്റയിലും മോഡലിൻ്റെ പ്രഡിക്ഷൻ ആക്യുറേറ്റ് ആണെന്നറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 20% ഡാറ്റ ടെസ്റ്റിങ്ങിന് റിസർവ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സൈക്കിറ്റ് ലേണിൽ നിന്ന് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യണം. അത് കിടക്കുന്നത് മോഡൽ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു മൊഡ്യൂളിലാണ്. അപ്പോൾ ഫ്രം sklearn.model selection ഇമ്പോർട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് അത് വിളിക്കുക. ഇനി നമ്മൾ 4 ഡാറ്റ പോയിന്റ് സെറ്റുകളാവും ഉണ്ടാക്കുക. ഒന്ന് എക്സ് ട്രെയിൻ, വൈ ട്രെയിൻ, എക്സ് ടെസ്റ്റ്, വൈ ടെസ്റ്റ്. എക്സ് ട്രെയിൻ എന്ന് വെച്ചാൽ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സ്, വൈ ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മളുടെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ടാർഗറ്റ്, എക്സ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സ്, വൈ ടെസ്റ്റ് എന്ന് വെച്ചാൽ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ടാർഗറ്റ്. ഇത് ഒരു ടാർഗറ്റാണ് നമുക്കുള്ളത്. ഇതിപ്പോൾ ഈ ഇമേജിൽ ഒരുപാട് കോളം ഉണ്ടെന്നുള്ളൂ. ശരിക്കും നമുക്ക് ഒരേ ഒരു ടാർഗറ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഡിഫൈൻ ചെയ്യുക. എക്സ് ട്രെയിൻ, എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ, വൈ ടെസ്റ്റ്. ഇതിലും എക്സ് ക്യാപിറ്റലാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ ഓർഡർ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എക്സ് ട്രെയിൻ വൈ ട്രെയിനിന് പകരം എക്സ് ട്രെയിൻ എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ വൈ ടെസ്റ്റ് എന്നാണ് നമ്മളിതിൻ്റെ ഓർഡർ വരുന്നത്. ഇനി നമ്മുടെ ആ ഫംഗ്ഷൻ വിളിക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. നമ്മളുടെ ഡാറ്റ ഏതൊക്കെയാണ്? അത് എക്സും വൈ ആണ് നമ്മളുടെ ഡാറ്റ, എക്സ് വൈ. ഇനി നമ്മളുടെ എത്ര ശതമാനത്തിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ടെസ്റ്റ് സൈസ് ഈക്വൽ ടു നമ്മൾ 80% റിസർവ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് സൈസ് 20%, 0.2 കൊടുക്കുക. പിന്നെ റാൻഡം സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഷഫിൾ ചെയ്യും. അപ്പോൾ നമ്മളുടെ പൈത്തൺ ഓരോ വട്ടവും ഓരോ രീതിയിലാണ് ഡാറ്റയെ ഷഫിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ സെയിം കോഡ് എഴുതിയാലും നമുക്ക് ഷഫിളിങ് വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മളുടെ മോഡലിൻ്റെ പ്രഡിക്ഷൻ്റെയും പെർഫോമൻസിലൊക്കെ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ ഒരുപോലെ തന്നെ ഷഫിൾ ചെയ്യാനായിട്ടാണ് ഈ റാൻഡം സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഉപയോഗിക്കണേ. റാൻഡം സ്റ്റേറ്റിൽ നമ്മൾ 42 എന്ന നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഡാറ്റയെ ഫുള്ള് ഷഫിൾ ചെയ്യാൻ പോണേ. ഇതൊരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്പറാണ് 42. ഏത് നമ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഞാൻ എക്സ്ട്രെയിനൊക്കെ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമുക്ക് 4 ഇതും കിട്ടി. എക്സ്ട്രെയിൻ, എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ, വൈ ടെസ്റ്റ് എല്ലാം കിട്ടി. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളുടെ പ്രീ പ്രോസസ്സിങ് ചെയ്യലാണ്. പ്രീ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലത്തെ നമ്മളുടെ ഡാറ്റ ഫോർമാറ്റ് ഒക്കെ നമ്മൾ ഒരുപോലെ ആക്കേണ്ടതുണ്ട്. അപ്പൊ അതിലത്തെ ആദ്യത്തെ ഒരു സാധനം സ്റ്റാൻഡേർഡ് സ്കെയിലർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ്. അപ്പൊ അത് ഈ പ്രീ പ്രോസസ്സിങ്ങിന്റെ എല്ലാം എസ്കെയിലാണിത്. പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂളിലാണുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് സ്റ്റാൻഡേർഡ് സ്കെയിലർ ആദ്യം ഇമ്പോർട്ട് ചെയ്യാം. ഇതിൽ ഓരോ വാക്കിന്റെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഡാറ്റാ സെറ്റില് അതില് ഏജ് അത് വലിയ നമ്പേഴ്സാ, 25, 47, 32. പക്ഷെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ 1, 3, 2 ചെറിയ നമ്പേഴ്സാ. അപ്പൊ നമ്മളുടെ മോഡൽ ട്രെയിൻ ചെയ്യുമ്പോൾ തനിയെ ഏജിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കാനായിട്ടാണ് സ്റ്റാൻഡേർഡ് സ്കെയിലർ അപ്ലൈ ചെയ്യണം. സ്റ്റാൻഡേർഡ് സ്കെയിലർ അപ്ലൈ ചെയ്ത ഈ ഫീച്ചേഴ്സ് എല്ലാം ഒരേ സ്കെയിലിലേക്ക് കൊണ്ടുവരും. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡേർഡ് സ്കെയിലറിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഞാൻ ഇപ്പൊ SS എന്ന് പറഞ്ഞ പേരില് സ്റ്റാൻഡേർഡ് സ്കെയിലറിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ഫംഗ്ഷൻ ആയിട്ട് ഇങ്ങനെ വിളിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് സ്കെയിലറിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ എക്സ്ട്രെയിനെ സ്റ്റാൻഡേർഡ് സ്കെയിലർ ഉപയോഗിച്ച് 0 to 1 ആ റേഞ്ചിലേക്ക് കൊണ്ടുവരാം. പിന്നെ SS സ്റ്റാൻഡേർഡ് സ്കെയിലർ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഡോട്ട് ഫിറ്റ് ട്രാൻസ്ഫോം. അപ്പൊ നമ്മളുടെ ഡാറ്റയെ ട്രാൻസ്ഫോം ചെയ്യാണ് ഈ ഫംഗ്ഷൻ വെച്ചിട്ട്. അപ്പോൾ ഫിറ്റ് ട്രാൻസ്ഫോം ഇത് വിളിക്കുക. എന്നിട്ട് വേണ്ട ഡാറ്റ എക്സ്ട്രെയിൻ. ഓക്കെ, ഇനി അത് പ്രിന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ട്രെയിൻ ഡാറ്റ സെറ്റും ട്രാൻസ്ഫോം ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് എക്സ് ഈക്വൽ ടു SS ഡോട്ട് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യില്ല. ഫിറ്റ് ചെയ്താൽ നമ്മളുടെ മോഡലിന് ടെസ്റ്റ് ഡാറ്റ സെറ്റ് എന്താണെന്നുള്ള ഐഡിയ കിട്ടും. അപ്പൊ നമ്മൾ ഫിറ്റ് ചെയ്യാണ്ട് നേരെ ട്രാൻസ്ഫോം മാത്രം ചെയ്യണം. ഡാറ്റേന്റെ മീൻ 0 ആക്കും, വേരിയേഷൻ 1 ആക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങോട്ട് 1 ആക്കും. അങ്ങോട്ടാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ അത് ആ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. ഇനി നമുക്ക് വേറെ കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. അതിലത്തെ ഒരെണ്ണമാണ് വൺ ഹോട്ട് എൻകോഡർ. വൺ ഹോട്ട് എൻകോഡർ എന്താ ചെയ്യാന്ന് വെച്ചാൽ കാറ്റഗറിക്കൽ ഫീച്ചേഴ്സിനെ ന്യൂമറിക്കലാക്കും. ഇപ്പോൾ കാറിന്റെ ബോഡി ടൈപ്പ് ആണ് ഒരു കോളം എന്ന് വിചാരിക്കുക. സെഡാൻ, SUV, ഹാച്ച് ബാക്ക്, ഇതിനെയൊക്കെ നമ്പേഴ്സ് ആക്കും. 0, 1, 2, 3 എന്നുള്ള നമ്പേഴ്സ് ആക്കും. കാരണം നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡലിന് നമ്പേഴ്സ് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രിങ് കിട്ടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറൊരു സാധനമാണ് ഓർഡിനൽ എൻകോഡർ. അത് ഓർഡേഴ്സ്. ഇപ്പോൾ ലോ, മീഡിയം, ഹൈ അതും കാറ്റഗറിക്കലാണ്. പക്ഷെ അതിനൊരു ഓർഡർ ഉണ്ട്. ലോ ഏറ്റവും കുറഞ്ഞത്, മീഡിയം നടുക്ക്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെ കൺവേർട്ട് ചെയ്യാനാണ് ഓർഡിനൽ എൻകോഡർ. ഇപ്പോൾ ലോ, മീഡിയം, ഹൈ, 0, 1, 2 എന്നാക്കും. അതുപോലെ നമ്മളുടെ ടാർഗറ്റ് ലേബൽ. ഈ ടാർഗറ്റിന് ഈ ഇൻകം ഒരു കാറ്റഗറി ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് ന്യൂമറിക്കലാക്കേണ്ടി വരും. ഇപ്പോൾ നോൺ സ്മോക്കർ, ലൈറ്റ് സ്മോക്കർ, ചെയിൻ സ്മോക്കർ. അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് സ്മോക്കർ ആണെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്ന മോഡലാണെങ്കിൽ ഈ ലേബൽ ഈ ടാർഗറ്റിന് നമ്മൾ ന്യൂമറിക്കലാക്കണം. അതിനാണ് ഈ ലേബൽ എൻകോഡർ. അതും ഇങ്ങനെ 0, 1, 2, 3 അങ്ങനെ ഉള്ള നമ്പേഴ്സ് ആക്കി മാറ്റും. ഇതെല്ലാം അപ്ലൈ ചെയ്യുന്ന രീതി സിമിലർ ആണ്. നിങ്ങൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ വൺ ഹോട്ട് എൻകോഡർ ആണെങ്കിൽ അതിനൊരു പേര് കൊടുത്തിട്ട് ആ ഒബ്ജക്റ്റിനെ വിളിക്കുക. അത് ആദ്യം ഇമ്പോർട്ട് ചെയ്യണം അവിടെ. അങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഫിറ്റ് ട്രാൻസ്ഫോം കൊടുത്താൽ
അതും വർക്കാവും. നമുക്കിപ്പോൾ കാറ്റഗറിക്കലായിട്ടുള്ള ലേബേഴ്സും ടാർഗറ്റും ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഈ ഫിറ്റ് ട്രാൻസ്ഫോമർ ഉള്ളത് വേണമെങ്കിൽ 2 സ്റ്റെപ്പായിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫിറ്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ അത് ഇതിൻ്റെ അകത്തുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് കണ്ടുപിടിച്ച് ഈ സ്റ്റാൻഡേർഡ് സ്കെയിലിങ്ങിൻ്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കും. ട്രാൻസ്ഫോം എന്നുള്ള ഫംഗ്ഷനിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തും. അതായത് നമ്മളെ നമ്പേഴ്സൊക്കെ ഈ നമ്പേഴ്സാക്കി മാറ്റും. അപ്പോൾ നമ്മൾ ഒറ്റ സ്റ്റെപ്പ് ചെയ്യാനായിട്ടാണ് ഫിറ്റ് ട്രാൻസ്ഫോം ഒറ്റയടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ചില പ്രീ പ്രോസസ്സിങ്ങിൽ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നേരെ ട്രാൻസ്ഫോം ചെയ്യാവുന്നതും ഉണ്ട്. അങ്ങനത്തെ ചില ഫങ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ആകെ 4 പ്രീ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുള്ളൂ. 20 പ്രീ പ്രോസസ്സിങ് മൊഡ്യൂൾസ് അങ്ങോട്ട് നമുക്ക് ഇതിൽ കിട്ടാനുണ്ട്, SK2 കിട്ടാനുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കലാണ്. ഇപ്പോൾ നമ്മൾ ലീനിയർ റിഗ്രഷനാണ് ചെയ്യാൻ പോണേ. അപ്പോൾ അത് ലീനിയർ മോഡൽ എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂളിൻ്റെ അകത്താണ് കിട്ടുന്നത്. അതുപോലെ ഓരോ അൽഗോരിതത്തിനും ഓരോ മൊഡ്യൂളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സപ്പോർട്ട് വെക്ടർ മെഷീൻ ആണെങ്കിൽ .svm എന്നാണ് വിളിക്കേണ്ടത്. നെയ്ബേഴ്സ് ആണെങ്കിൽ .നെയ്ബേഴ്സ്, മീൻസ് അഗ്രോമേറ്റീവ് ഒക്കെ ആണെങ്കിൽ .ക്ലസ്റ്റർ. അങ്ങനെ ഓരോ അൽഗോരിതത്തിനും ഓരോ മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ച് വേണം വിളിക്കാൻ. അപ്പോൾ നമ്മളുടെ ഒരു ലീനിയർ റിഗ്രഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലീനിയർ മോഡലിൻ്റെ അകത്തുനിന്ന് അതിനെ വിളിക്കണം. അപ്പോൾ ഫ്രം sklearn.linear model import to linear regression. അപ്പോൾ നമുക്ക് ലീനിയർ റിഗ്രഷനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ മോഡലിനെ ട്രെയിൻ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഫിറ്റ്. ഇപ്പോൾ lr.fit. എങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുക? നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഇത് രണ്ടും കൊടുക്കും. ഈ ഏജിൻ്റെ കോളവും എക്സ്പീരിയൻസിൻ്റെ കോളവും കൊടുക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻകം കൊടുക്കും. അപ്പോൾ എക്സ് ട്രെയിനും വൈ ട്രെയിനും നമ്മൾ കൊടുക്കും. ട്രെയിനിങ്ങിൻ്റെ ഡാറ്റ സെറ്റിലത്തെ ഫീച്ചേഴ്സ് കൊടുത്തു. വൈ ട്രെയിൻ എന്ന് വെച്ചാൽ ട്രെയിനിങ് ഡാറ്റ സെറ്റിലത്തെ ടാർഗറ്റ് കൊടുത്തു. അപ്പോൾ അത് പഠിക്കും. അപ്പോൾ ഇതിങ്ങനെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ കിട്ടും. ചില വെർഷൻസിൽ ഇത് കിട്ടാത്തതുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് വർക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രിഡിക്ഷൻ ചെയ്യലാണ്. പ്രിഡിക്ഷൻ ചെയ്യാൻ നമ്മൾ അല്ലാങ് സ്റ്റോറി ഒരു വേരിയബിൾ ആദ്യം ഉണ്ടാക്കും. അതിന് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു പേരാണ് ypred ഈക്വൽ ടു lr.predict. ഈ പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ മോഡലിനെ കൊണ്ട് പ്രിഡിക്റ്റ് ചെയ്യിപ്പിക്കുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ സെറ്റ് ഈ x-test ആണ്. ഈ x-test വെച്ചിട്ട് അത് പ്രിഡിക്റ്റ് ചെയ്യണം. പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ y-testൻ്റെ സിമിലർ ആയിട്ടുള്ള റിസൾട്ട് ആവണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ പ്രിഡിക്റ്റ് കൊടുക്കുകയാണ് x-test. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ypred ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. 28,000, 30,000, 56,000 എന്നൊക്കെയാണ് അത് റിസൾട്ടായിട്ട് തന്നെ. അപ്പോൾ ഇത് കുറച്ച് സാലറി പ്രെഡിക്റ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ലീനിയർ റിഗ്രഷൻ വെച്ചിട്ടുള്ള ഒരു പ്രിഡിക്ഷനാണ്. ബാക്കി ഉള്ള മെഷീൻ ലേണിംഗ് മോഡൽസിനും ഇതുപോലെ തന്നെയാണ് കാര്യം. നിങ്ങളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക, ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഫിറ്റ് ചെയ്യുക. ട്രെയിനിങ് ഡാറ്റ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടാക്കുക. അതാണ് സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഇതിൽ ക്ലസ്റ്ററിങ് അൽഗോരിതംസ് നിങ്ങൾക്കറിയാം, ലേബേഴ്സ് ടാർഗറ്റിൻ്റെ ആവശ്യമില്ല. അത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് ക്ലസ്റ്ററിങ് അൽഗോരിതംസ് ഒക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഇത് കൊടുക്കില്ല, വൈ ട്രെയിൻ കൊടുക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ, ഇങ്ങനെയാവും നമ്മൾ ട്രെയിൻ ചെയ്യുക. ഇതിപ്പോൾ ലീനിയർ റിഗ്രഷൻ ആയതുകൊണ്ട് നമുക്കത് കൊടുക്കാം. ഇതിൽ PCA K മീൻസ് ഈ അൽഗോരിതത്തിനൊക്കെ ഫിറ്റ് ട്രാൻസ്ഫോം ആണ് ഉപയോഗിക്കുക. കാരണം ഇത് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്ന അൽഗോരിതംസ് ആയതുകൊണ്ട് അതിന് ഒക്കെ ഫിറ്റ് ട്രാൻസ്ഫോം ആണ്. ബാക്കി എല്ലാത്തിനും ഫിറ്റ് മാത്രം ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ ഉണ്ടാക്കി. പ്രഡിക്ഷൻ ആക്യുറേറ്റ് ആണോ എന്ന് അറിയാൻ നമുക്ക് കുറച്ച് ടൂൾസ് ഇതിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ വരുന്നത് മെട്രിക്സ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ ഈ എറേഴ്സ് ആണ് നമ്മൾ ഇതൊക്കെയാണ് അതിൻ്റെ ആക്യുറസി മെട്രിക്സ്. അതായത് മീൻ അബ്സല്യൂട്ട് എറർ, മീൻ സ്ക്വയർഡ് എറർ, R2 സ്കോർ, ഇതൊക്കെയാണ് അതിൻ്റെ എറേഴ്സ് ആക്യുറസി മെട്രിക്സ്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആയിരുന്നെങ്കിൽ ആക്യുറസി, പ്രെസിഷൻ, റീകോൾ, F1 സ്കോർ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെട്രിക്സ്. അപ്പോൾ നമുക്ക് ആദ്യം റിഗ്രഷൻ്റെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മീൻ അബ്സല്യൂട്ട് എററൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. മീൻ അബ്സല്യൂട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ അത് രണ്ടും ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്കത് നമ്മുടെ ആക്യുറസി പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് കൊടുക്കുക. ഇനി മീൻ അബ്സല്യൂട്ട് എറർ, ഇനി അതിൽ രണ്ട് പാരാമീറ്റേഴ്സ് പോകും. ഒന്ന് നമ്മുടെ പ്രഡിക്ഷൻ, ഒന്ന് നമ്മുടെ കമ്പയർ ചെയ്യാനുള്ള ടെസ്റ്റ് ഡാറ്റ. ടെസ്റ്റ് ഇത് ഈ വൈ ടെസ്റ്റ് നമ്മളുടെ ടാർഗറ്റ് തന്നെയാണോ എന്നറിയാനുള്ള ആ ടാർഗറ്റ് ആദ്യം കൊടുക്കുക, വൈ ടെസ്റ്റ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പ്രഡിക്ഷൻ വൈ പ്രെഡ്. ഇനി നമുക്ക് മീൻ സ്ക്വയർഡ് എറർ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അബ്സല്യൂട്ട് എററും മീൻ സ്ക്വയർഡ് എററും നമുക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ പ്രോബ്ലം ആയിരുന്നെങ്കിലും ഇതേ രീതി തന്നെയാണ്. ഈ മീൻ അബ്സല്യൂട്ട് എററിന് പകരം നമുക്ക് വേണ്ട ഏത് മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വൈ ടെസ്റ്റും വൈ പ്രെഡും അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ ഇതുവരെ നമ്മൾ ലീനിയർ റിഗ്രഷൻ കവർ ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്തത് K നിയറസ്റ്റ് നെയ്ബർ KNN ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ തിരിച്ച് ഇതിലേക്ക് പോയി പുതിയൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ഇപ്പം നമ്മളുടെ എക്സാംസിന് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല ഡാറ്റ സെറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് scikit-learn തന്നെ കുറച്ച് ഡാറ്റ സെറ്റ് അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാൻ പറ്റും. അതിൽ നിന്ന് ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫ്രം sklearn.datasets import. അപ്പോൾ നമ്മൾ KNN ചെയ്യാൻ പറ്റിയൊരു ഡാറ്റ സെറ്റ് ഐറിസ് ആണ്. ഐറിസ് എന്ന് വെച്ചാൽ 3 ഫ്ലവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഡാറ്റ സെറ്റാണ്. അപ്പോൾ നമുക്ക് ലോഡ് ഐറിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡാറ്റ സെറ്റ് ഇമ്പോർട്ട് ചെയ്തു. ഇനി അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം, ഐറിസ് ഈക്വൽ ടു ലോഡ് ഐറിസ്. ഇനി നമുക്ക് അതിൻ്റെ ടാർഗറ്റും വേരിയബിളും കിട്ടാൻ ഐറിസ് ഡോട്ട് ഡാറ്റ ഐറിസ് ഡോട്ട് ടാർഗറ്റ് ഇങ്ങനെ വിളിച്ച് നമുക്ക് ഡാറ്റയിൽ നിന്നും ഡോട്ട് ടാർഗറ്റിൽ നിന്നും ഫീച്ചേഴ്സും ടാർഗറ്റും കിട്ടും. ഞാനൊന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ പെറ്റൽ വിഡ്ത്ത്, സെപ്പൽ വിഡ്ത്ത് അങ്ങനത്തെ കുറച്ച് വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് പതിവ് പോലെ എന്തെങ്കിലും മിസ്സിങ് വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു എറർ കിട്ടി. കാരണം ഇത് ND നമ്പർ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ
ഡാറ്റ ഫ്രെയിമായിട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ആസ് ഫ്രെയിം ഈക്വൽ ടു ട്രൂ കൊടുത്താൽ ഡാറ്റ ഫ്രെയിമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതിനും മിസ്സിംഗ് വാല്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഡ്രോപ്പ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഡാറ്റയിൽ മിസ്സിംഗ് വാല്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ ഒന്നുമില്ല. നമുക്കിനി എക്സ് ട്രെയിൻ വൈ ട്രെയിൻ എക്സ് ടെസ്റ്റ് വൈ ടെസ്റ്റ് ട്രെയിനിങ് ടെസ്റ്റ് സ്പ്ലിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള മോഡൽ സെലക്ഷൻ, അതിൽ നിന്ന് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഇനി എക്സ് ട്രെയിൻ ടെസ്റ്റ് സൈസ് 20% ഞാൻ എടുത്തു. നമുക്ക് വേണമെങ്കിൽ 30% കൊടുക്കാം. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ്. റാൻഡം സ്റ്റേറ്റ് പതിവ് 42 എടുത്തു. ഓക്കെ, ഇനി നമുക്ക് പ്രീ പ്രോസസ്സിങ് ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്കെയിലർ അപ്ലൈ ചെയ്യാം. സ്റ്റാൻഡേർഡ് സ്കെയിലർ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്കെയിലർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി നമുക്ക് ഫിറ്റ് ട്രാൻസ്ഫോം ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിനിങ് ഡാറ്റ സെറ്റിനെ ട്രാൻസ്ഫോം ചെയ്യാനുണ്ട്. അപ്പോൾ എക്സ് ടെസ്റ്റ് ഈക്വൽ ടു എസ് എസ് ഡോട്ട് ട്രാൻസ്ഫോം എക്സ് ടെസ്റ്റ്. നമുക്ക് വൈ ഒന്ന് നോക്കാം. വൈൻ്റെ വാല്യൂസ് എന്താണെന്ന്. ഓക്കെ, അത് മുമ്പേ ന്യൂമറിക്കലാക്കിയിട്ടുണ്ട്. 0, 1, 2 എന്നുള്ളത് വെക്ടേഴ്സ്, വിർജിനിക്ക, അങ്ങനെ 3 ഫ്ലവർ വെറൈറ്റിയാണ്. അപ്പോൾ അത് 0, 1, 2 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കെ നിയറസ്റ്റ് നെയ്ബേഴ്സ്, ആ കെ എന്നതിൻ്റെ അരികുകളിലും ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രം skn ഡോട്ട് k neighbors, ഫ്രം skn ഡോട്ട് neighbors ഇമ്പോർട്ട് k neighbors. അപ്പോൾ ഇതിലാണ് കെ എൻ ഉള്ളത്. അതൊന്ന് റൺ ചെയ്തു. എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നോക്കട്ടെ. ഓക്കെ, നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കെ എൻ ക്യാപിറ്റൽ ആയിരിക്കണം. പിന്നെ ക്ലാസിഫയർ, അപ്പോൾ അതാണ് അതിൻ്റെ ഫുൾ നെയിം, കെ നെയ്ബേഴ്സ് ക്ലാസിഫയർ. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്തു. സോറി, ഇവിടെ ഐ വിട്ടു, ക്ലാസിഫയർ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. ഇനി അത് മോഡലിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഫിറ്റ് കൊടുക്കാം. ഇതിനും ഫീച്ചേഴ്സും ടാർഗറ്റും രണ്ടും വേണ്ട ഒരു അരികുകളാണ്. അപ്പോൾ അത് രണ്ടും കൊടുത്തു. അപ്പോൾ അത് ട്രെയിൻ ചെയ്ത് ഇത് മോഡല് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഡിക്ഷൻ ഉണ്ടാക്കണം. y pred ഈക്വൽ ടു kn ഡോട്ട് predict എക്സ് ടെസ്റ്റ് വെച്ച് നമ്മൾ പ്രഡിക്ഷൻ ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് ആക്യുറസി നോക്കുന്നതിനേക്കാൾ മുമ്പ് ആ ആക്യുറസിൻ്റെ മെട്രിക്സ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ
ഇതിപ്പോൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് അതിൽ വരുന്നത് ആക്യുറസി സ്കോർ, റീകോൾ സ്കോർ, F1 സ്കോർ, കൺഫ്യൂഷൻ മെട്രിക്സ്, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ആക്യുറസി പ്രിന്റ് ചെയ്യാം. അതിലിപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് പിടിച്ചാൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഒരുമിച്ച് കിട്ടും. നമ്മളുടെ ടെസ്റ്റ് ടാർഗറ്റും നമ്മളുടെ പ്രഡിക്ഷനും നമ്മൾ കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കൺഫ്യൂഷൻ മെട്രിക്സും കൂടി പ്രിന്റ് ചെയ്യാം. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ എന്തോ വാർണിംഗ് വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടി. പ്രിസിഷൻ, റീകോൾ, F1 സ്കോർ, സപ്പോർട്ട്, ആക്യുറസി ഒക്കെ ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ കിട്ടി. അതിൻ്റെ കൂടെ കൺഫ്യൂഷൻ മെട്രിക്സും കൂടി അവസാനം ലാസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലീനിയർ റിഗ്രഷനും കെ നിയറസ്റ്റ് നെയ്ബറും റൺ ചെയ്തു. പിന്നെ ഓരോ അൽഗോരിതത്തിന് ഓരോ ആർഗ്യുമെന്റ് ആയിരിക്കും, n നെയ്ബേഴ്സ് പോലെ. ഓക്കെ, ഇനി ഈ ഡാറ്റ സെറ്റുകളൊക്കെയാണ് നമുക്ക് ഓരോ ടാസ്കിന് ഉപയോഗിക്കാൻ പറ്റുക. ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഐറിസ്, ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഡാറ്റ സെറ്റ് ഉപയോഗിക്കാം. റിഗ്രഷൻ ആണെങ്കിൽ ഡയബറ്റീസ്, ബ്രസ്റ്റ് ക്യാൻസർ, അതിൻ്റെ നമുക്ക് ക്ലാസിഫിക്കേഷനായി ബന്ധപ്പെട്ടുള്ള കോളംസ് ഡ്രോപ്പ് ചെയ്തിട്ട് അത് റിഗ്രഷൻ ഉപയോഗിക്കാം. പിന്നെ ട്രീ, ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ്, അതിനൊക്കെ ലോഡ് വൈൻ ഡാറ്റ സെറ്റ് ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മളുടെ സൈക്കിറ്റ് ലേണിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഡാറ്റ സെറ്റുകളാണ്. ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഈ ഡാറ്റ സെറ്റുകൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതല്ലാണ്ട് നമുക്ക് സിന്തറ്റിക് ആയിട്ട് ഡാറ്റ ഉണ്ടാക്കാനാണ് മെയ്ക്ക് റിഗ്രഷൻ, മെയ്ക്ക് പ്രോബ്സ് എന്നുള്ള രണ്ട് ഫങ്ഷൻസ്. മെയ്ക്ക് റിഗ്രഷൻ നമ്മൾ നേരത്തെ റിഗ്രഷൻ ചെയ്ത പോലെ തന്നെ ഉള്ള ഒരു ഡാറ്റ സെറ്റാണ് കിട്ടുക. അതിൽ നമുക്ക് എത്ര ഫീച്ചേഴ്സൊക്കെ വേണമെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. ഇപ്പോൾ എൻസാമ്പിൾസ്, എത്ര റോ ഡാറ്റ വേണം, എത്ര ഫീച്ചേഴ്സ് വേണം, എത്ര ടാർഗറ്റ് വേണം, അങ്ങനത്തെ ഒരുപാട് പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ മേക്ക് ബ്ലോബ് ഉപയോഗിക്കരുത്. ക്ലസ്റ്ററിങ് ഡാറ്റ സെറ്റിന് ഒരു സിന്തറ്റിക് ഡാറ്റ വേണമെങ്കിൽ നിങ്ങൾക്ക് മേക്ക് ബ്ലോബ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ മെഷീൻ ലേണിംഗ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മെഷീൻ ലേണിംഗ് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ മെഷീൻ ലേണിംഗ് പൈപ്പ് ലൈൻസ്, ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്, അതായത് നമ്മളുടെ കിട്ടിയ റിസൾട്ട് കൂടുതൽ ആക്യുറേറ്റ് ആക്കാനുള്ള ട്യൂണിംഗ് ആണ് ഈ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്. അതുപോലെ തന്നെ വാലിഡേഷൻ, ടെസ്റ്റിംഗ് ഒക്കെ കുറച്ചും കൂടി നല്ല രീതിയിലാക്കാൻ, പിന്നെ മിസ്സിങ് ചെറിയ ഡാറ്റ സെറ്റ് നമുക്കുള്ളതെങ്കിൽ അതിനെ സിന്തറ്റിക് ഡാറ്റ വെച്ച് കൂടുതൽ വലിപ്പമുള്ള ഡാറ്റ സെറ്റ് ആക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിക്കുക. ഇത് എക്സാമിനുള്ളതെല്ലാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ മെഷീൻ ലേണിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക് എല്ലാം കവർ ചെയ്തു. നിങ്ങൾക്ക് പിന്നെ ഇതും പരീക്ഷയ്ക്കുള്ളതിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഡീപ്പ് ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കും പഠിക്കാം. ഇത് വെച്ചിട്ടാണ് ഈ ഇമേജ് എഡിറ്റ് ചെയ്യുക, ഇമേജിൽ നിന്ന് ഓരോ പാറ്റേൺ കണ്ടുപിടിക്കുക, അതൊക്കെ ഉപയോഗിച്ചത് ഡീപ്പ് ലേണിംഗ് ആണ്. അതുപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, വീഡിയോസ് എഡിറ്റ് ചെയ്യുക, വീഡിയോസിലത്തെ പാറ്റേൺ കണ്ടുപിടിക്കുക, ഓഡിയോയിൽ നിന്ന് പാറ്റേൺ കണ്ടുപിടിക്കുക, ഇതൊക്കെ ഡീപ്പ് ലേണിംഗ്. പിന്നെ ജെൻ എ വരുന്നുണ്ട്. ജെൻ എയിൽ പുതിയ ഇമേജുകളും ടെക്സ്റ്റും എല്ലാം മുമ്പത്തെ പാറ്റേൺ പഠിക്കുക, അതൊക്കെ ജനറേറ്റീവ് എയിൽ വരും.
അപ്പോൾ അതൊന്നും നമ്മൾ ഈ കോഴ്സിൽ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കവർ ചെയ്യാവുന്ന പോർഷൻസ്. ഓക്കെ, അപ്പോൾ അതോടുകൂടി എൻ്റെ ഈ ട്യൂട്ടോറിയൽ തീർന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.